നമ്മളൊക്കെ വളരെ വേദനയോടെയും ഭീതിയോടെയും എന്തായിരിക്കും നാളെ നമ്മുടെയൊക്കെ ഖബറിൻ്റെ അവസ്ഥ എന്നറിയാതെ നാളത്തെ ഖബറിൽ ചെന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം ലഭിക്കാനുള്ള അമലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരൊറ്റ അമലുണ്ട്. ആ അമൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഖബറിൽ എത്ര വലിയ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന അത്ഭുതകരമായൊരു അമലുണ്ട്. ഈ അമലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഖബറിൽ 70,000-ലധികം ആളുകൾ ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കെ അത്രയും ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ശിക്ഷയെ ഉയർത്തിക്കൊടുക്കാൻ കാരണമായൊരു അമലാണ്. ആരാണ് ഈ വിവരം അറിയുന്നത്? മഹാനരായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ രാത്രി വരെ ഖബറിൽ വലിയ ശിക്ഷ അനുഭവിച്ചിരുന്ന നീ എങ്ങനെയാണ് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കൂടെയുള്ള 70,000 പേരും ഇത്രയും ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കെ ഞങ്ങളൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടായ കാരണം ഖബറിൻ്റെ സമീപത്തിലൂടെ ഒരാൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. അയാൾ ചെയ്ത ഒരു ചെറിയ അമലാണ് ഞങ്ങൾ 70,000-ലധികം ആളുകൾ ഇത്രയും ഭീമമായ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം എന്ന്. ആ ഒരു അമൽ നമുക്ക് ജീവിതകാലത്ത് ചെയ്യാൻ സാധിച്ചാൽ എത്രമേൽ ധന്യമാണ് എന്നുള്ളത് പറയേണ്ടതുണ്ടോ? അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് നമ്മൾ ഇതിനോടകം തന്നെ കുറേ ആളുകൾ എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ കുറച്ച് ആളുകൾക്ക് കൂടെ അതിനുള്ള അവസരം നൽകുന്നുണ്ട്. നിങ്ങളുടെ മക്കളെയൊക്കെ ദീനീ ചിട്ടയിൽ നല്ല അതബോടെ ചിട്ടയോടെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുതിയ കാലത്ത് നമ്മുടെ മക്കൾ വളരുന്ന സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിവസമാണ്, മണിക്കൂറുകളൊക്കെ ആയിട്ടേ ഉള്ളൂ അല്ലേ, ഒരു ഞെട്ടിക്കുന്ന കൊലപാതകം നമ്മൾ കേട്ടത്. ആരാണ് ഈ കൊലപാതകത്തിൽ സാക്ഷിയായതും ആരാണ് ഈ കൊലപാതകം ചെയ്തതും ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ, സ്വന്തം രക്തത്തിൽ പിറന്നു എന്ന രൂപത്തിൽ പറയാവുന്ന രൂപത്തിലേക്ക്, അതും വലിയ ആളുകളല്ല, ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുന്ന മക്കളാണ് കൊല ചെയ്യുന്നത്. അവർ പെട്ടെന്നുള്ള അവരുടെ ദേഷ്യം കാരണവും അവരുടെ മുൻവൈരാഗ്യം കാരണവും പ്രതീക്ഷിച്ചത് കിട്ടാതിരിക്കുന്ന കാരണമൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ ഏതോ ഒരു ഭ്രാന്തമായ ലോകത്താണ്. ആ ഭ്രാന്തമായ ലോകത്ത് നിന്ന് നമ്മുടെ മക്കൾ ദീനിൻ്റെ വഴിയിൽ വിശുദ്ധ ഖുർആൻ ഉച്ചരിക്കുന്ന 5 വഖത്ത് ഫർള് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന നല്ല വഴിയിൽ എത്തിച്ചേർന്നാൽ ഇത്തരം മരണങ്ങൾ നമ്മുടെ വീട്ടിൽ കേൾക്കുകയില്ല. ഇത്തരം മരണങ്ങളിൽ നമ്മുടെ മക്കൾ പെടുകയില്ല. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്യുന്നത്. ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം കൊന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ? നമുക്ക് നമ്മുടെ കാതുകളെ കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ വീടിൻ്റെ അകത്തളത്തിലാണെങ്കിൽ നമുക്കതെങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? അള്ളാഹു അവർക്ക് ക്ഷമ നൽകട്ടെ. അത്തരം ബുദ്ധിയും വകതിരിവും ഇല്ലാത്ത മക്കളുടെ ഷർറുകളെ തൊട്ട് അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ. ഇവിടം നിങ്ങൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കാവുന്നതാണ്. വിദ്യാഭ്യാസവും അവർക്ക് നൽകി നല്ല മക്കളായിട്ട്, നമ്മുടെ മക്കൾ ഭാവിയിലേക്കുള്ള വരദാനങ്ങളാണ്. കൺകുളിർമയാകുന്ന മക്കളായി നമുക്ക് തിരിച്ചു ലഭിക്കാൻ ഇത് മതിയാകുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് ദർസിലേക്ക് ചേർക്കാൻ നമ്മുടെയൊക്കെ മക്കളുടെ മുത്തഅല്ലിമീങ്ങളുടെ വീഡിയോ നിങ്ങൾ യൂട്യൂബിലൂടെയോ മറ്റൊക്കെ കണ്ടിട്ടുണ്ടാകും. നല്ല രൂപത്തിൽ വളർത്താൻ ഇൻഷാ അല്ലാഹ് അതൊരു കാരണമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. മഹാനരായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട്, എൻ്റെ മകൾ മരണപ്പെട്ടു പോയി. ജീവിതകാലത്ത് മക്കൾ മരണപ്പെട്ടാലുള്ള വേദന പറയേണ്ടതുണ്ടോ? എൻ്റെ മകൾ മരണപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ട മകളെ എനിക്ക് സ്വപ്നം കാണണമെന്ന് മഹാനരായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സ്ത്രീയോട് പറയുന്നത്, 4 റക്അത്ത് നിസ്കരിക്കുക,
ഇശാക്ക് ശേഷമാണ് 4 റക്അത്ത് നിസ്കരിക്കേണ്ടത്. ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം തകാസുർ സൂറത്ത് പാരായണം ചെയ്യുക, എന്നിട്ട് കിടന്നുറങ്ങുക. ഉറക്കം വരുവോളം സ്വലാത്തിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ സ്ത്രീ അപ്രകാരം ചെയ്തു. അങ്ങനെ രാത്രി കിടന്നുറങ്ങുവോളം, ഉറക്കം വരുവോളം, കണ്ണിൽ ഉറക്ക ഊഞ്ഞാല് കെട്ടി തുടങ്ങുവോളം ആ സ്ത്രീ അങ്ങനെ സ്വലാത്ത് ചൊല്ലി 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 പതിയെ ഉറക്കത്തിലേക്ക് വീണു. അതാ സ്ത്രീയുടെ പ്രിയപ്പെട്ട മകൾ സ്വപ്നത്തിൽ വരികയാണ്. പക്ഷേ സ്വപ്നത്തിൽ കടന്നു വന്നപ്പോൾ മകളെ മാതാവ് കാണുന്നത് കടുത്ത ശിക്ഷ അനുഭവിക്കുന്ന നിലയിലാണ്. കൈകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു, കാലുകൾ തീ കൊണ്ടുള്ള ചങ്ങലകളാൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്, താറുകൊണ്ടുള്ള വസ്ത്രമാണ് അണിഞ്ഞിരിക്കുന്നത്. ഈ സ്ത്രീ ഈ സ്വപ്നം പ്രിയപ്പെട്ട മകളെ കണ്ട ആ ഉമ്മ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടിയുണർന്നു. ഹസനുൽ ബസ്രി റളിയല്ലാഹുവിൻ്റെ അടുക്കലെത്തിയിട്ട് ഈ വിവരം പറയുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകളെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് അങ്ങയോട് ആവലാതി പറഞ്ഞപ്പോൾ, ഇങ്ങനെ നിസ്കരിച്ച് സ്വലാത്ത് ചൊല്ലി കിടക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകളെ സ്വപ്നം കണ്ടു. പക്ഷേ കണ്ടത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കടുത്ത ശിക്ഷ അനുഭവിക്കുന്ന രൂപത്തിലാണ്. എന്താണ് ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ നിൻ്റെ മകളുടെ പേരിൽ ദാനധർമ്മം ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് പുറത്തു കൊടുത്തേക്കാം. അങ്ങനെ ദാനധർമ്മം ചെയ്തു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവും ആ സ്ത്രീയും പിരിഞ്ഞു. അന്ന് രാത്രി സ്വപ്നം കാണുന്നത് ഈ സ്ത്രീയല്ല, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നു. ആരെയാണ് സ്വപ്നം കാണുന്നത്? സ്വർഗത്തിൽ ഒരു കട്ടിലിൽ സ്വർഗീയ പൂങ്കാവനത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയിരിക്കുന്നു. അവളുടെ തലയിൽ പ്രകാശിക്കുന്നൊരു കിരീടവുമുണ്ട്. അപ്പോൾ ചോദിച്ചു, അല്ലയോ ഹസൻ അവറുകളെ, എന്നെ താങ്കൾക്കറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ എൻ്റെ ഉമ്മയോടാണ് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, അവരുടെ മകളാണ് ഞാൻ. അപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അതിന് നിന്നെ ഇങ്ങനെയല്ലല്ലോ കാണേണ്ടത്, ശിക്ഷ അനുഭവിക്കുന്ന രൂപത്തിലാണ് നീ ഉണ്ടായിരുന്നത് എന്നാണല്ലോ നിൻ്റെ ഉമ്മ പറഞ്ഞത്. അങ്ങനെയാണ് നിൻ്റെ ഉമ്മയോട് ദാനം ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും ശിക്ഷ അനുഭവിക്കുന്ന ആളായിരുന്നല്ലോ നീ. ഇതിപ്പോൾ സ്വർഗീയ പൂങ്കാവനത്തിൽ ഉന്നതമായ സ്ഥാനത്താണല്ലോ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ മാത്രമല്ല 70,000 പേർ എൻ്റെ ചുറ്റിലുമുള്ളവരുണ്ട്, അവരും ഇതേപോലെ ശിക്ഷകളിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങളുടെ ഖബറിനരികിലൂടെ ഒരു നല്ല മനുഷ്യൻ കടന്നുപോയത്. അദ്ദേഹം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്വലാത്ത് ഞങ്ങളടങ്ങുന്ന ഈ ഖബറാളികളുടെ പേരിൽ പ്രത്യേകമായിട്ട് ഹദിയ ചെയ്ത് അതിൻ്റെ പ്രതിഫലത്തിനെ ഞങ്ങൾക്ക് നൽകിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഖബറിൻ്റെ ശിക്ഷകൾ തൊട്ട് ഞങ്ങൾക്കെല്ലാവർക്കും മോചനം ലഭിച്ചു എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ആ സ്ത്രീ പറയുന്നുണ്ട്, ആ മകൾ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരാരുമില്ലാത്ത ഏകാന്തതയുടെ ഇരുളിൻ്റെ ഒറ്റപ്പെടലിൻ്റെ ഭീകരതയുടെ വീടായ ഖബറിൻ്റെ അകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഖബറിൽ തുണയാകും സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. സ്വലാത്ത് ഖബറിൽ നൂറാണ്, അത് സിറാത്തുൽ മുസ്തഖീമിൽ നൂറാണ്, അത് മഹ്ശറയിൽ നമുക്ക് വലിയ രക്ഷയാണ്. അത് നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നത് വരെ സ്വലാത്ത് കൊണ്ട് നമുക്ക് രക്ഷ ലഭിക്കും. നാളെ ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആരുമാരെയും തിരിഞ്ഞു നോക്കാത്ത വേദനപ്പെടുത്തുന്ന വളരെ വിഷമകരമായ സങ്കീർണമായ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് സാധുക്കളായ നമുക്ക് ലഭിക്കാൻ ഈ സ്വലാത്ത് മതിയാകുന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അക്സറുഹും അലയ്യ സ്വലാ, നാളെ എന്നോടൊപ്പം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവർ, ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ഞാനുമായിട്ട് ഏറ്റവും ബന്ധമുള്ളത് എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാണെന്ന്
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് ഈ സംഭവം പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച രാവാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട വളരെ പവിത്രമേറിയ സന്ദർഭമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സ്വലാത്തുകൾ ചൊല്ലുക. നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേദനകൾ, വിഷമങ്ങൾ ഒക്കെ ദുആ വസിയ്യത്തായിട്ട് താഴെ എഴുതി അറിയിക്കുക. നമ്മളിവിടെ നടക്കുന്ന മജ്ലിസുകളിലും മറ്റുമൊക്കെ ദുആകളിൽ ഉൾപ്പെടുത്തും. അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.